പോരെ മോളെ. എന്റെ കൊച്ചിനെ കൊല്ലാൻ വന്നാണോടി നീ? നന്നായിട്ട് കാണുന്നേ, ഇറങ്ങി പോടി ഇവിടുന്ന്. വേണ്ടെന്ന് പറഞ്ഞില്ലേ, എന്റെ കുഞ്ഞിന് ഇപ്പൊ സുഖപ്പെട്ട് വരുന്നേ ഉള്ളൂ. വേണ്ടെന്ന് പറഞ്ഞ എന്റെ കൊച്ചു നിനക്ക് കേട്ടൂടെ? ഇറങ്ങി പോയി ഇവിടുന്ന്. നിന്നോട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത്. പോ, നടക്കാൻ കൂട്ടി ഇവിടുന്ന്. നടക്കാനായി പിശാചി നിന്നോട് പറഞ്ഞത്. പറഞ്ഞാൽ ഒരു കാര്യം അനുസരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് അനുസരിച്ചൂടെ? ഒന്നും അനുസരിക്കത്തൂല്ല. എന്റെ കൊച്ചിനെ കൊല്ലാൻ വന്നേക്കും നമ്മള്. പൂടി അവിടുന്ന്. പോ, പോ അവിടുന്ന്. നീ ഇങ്ങോട്ട് വരുന്ന ഞാനൊന്ന് കാണട്ടെ. കുഞ്ഞുസുമോളെ, കുഞ്ഞുസുമോളെ എഴുന്നേക്ക്. മോക്ക് കഞ്ഞി കുടിക്കണ്ടേ? എഴുന്നേക്ക് കുഞ്ഞുസുമോളെ. ഇന്നത്തെ എന്റെ ദിവസം നന്നാക്കിയത് നീയാ മോളെ. എഴുന്നേക്ക്. മുത്തശ്ശി നല്ല സ്പെഷ്യൽ കഞ്ഞിയും ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് മോളെ. അല്ല മുത്തശ്ശി, എന്തുണ്ടായത്? എന്ത് സംഭവിച്ചത് മുത്തശ്ശി? ഞാൻ കട്ടുമന്ന് വീണാട്ടത്. പിന്നെ എന്തുണ്ടായി? മോളെ, മോള് കട്ടുമന്ന് വീണതല്ലോ, അവള് തലയിട്ടതല്ലേ? ആര്? ആ മാളൂട്ടി. അല്ല. ആ, എന്നിട്ടേ നീ വീണിട്ട് അവള് നിന്നെ തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ല. ഇത്രയും നേരമായില്ലേ, അവള് നിന്റെ അടുത്തേക്കൊന്നും വന്നത് പോലും ഇല്ലല്ലോ. എന്നോട് പറയാ കുഞ്ഞു ചേച്ചിക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. അങ്ങനെയൊക്കെ പറയോ? ആ, പറഞ്ഞു മോളെ. നീ വീണത് അവള് കാരണാണെന്ന് ഞാൻ പറഞ്ഞപ്പോ അവള് പറയാ, എനിക്ക് നിങ്ങളെ പേരക്കുട്ടിയായിട്ട് ഇനി ഒരു ബന്ധവും ഇല്ല, ഞാൻ ഇനി അവളുമായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ എന്റെ അടുത്ത് പറയാ. ആരെ? മാളൂട്ടി തന്നെ. ആണോ? അതേ മോളെ. ഞാനിപ്പോ തന്നെ മാളൂട്ടിയോട് സംസാരിക്കാൻ പോവാ. ഇല്ല, അവളെ നിന്നോട് സംസാരിക്കത്തില്ല എന്ന് പറയാൻ നടക്കുവാ. നിന്നോട് പിണക്കമാണത്രേ അവക്ക്. മാളൂട്ടി തള്ളിയിട്ടതൊന്നല്ല, ഞാൻ കട്ടുമെന്ന് വീണതാ എന്നാ അവള് പറഞ്ഞു. അവള് തള്ളിയിട്ടതാണെന്ന്. മുത്തശ്ശി, അങ്ങനെ ഒരു സാധ്യതയില്ല. മുത്തശ്ശിക്ക് മാളൂട്ടി ഇഷ്ടമല്ലാത്തോണ്ട് മുത്തശ്ശി വെറുതെ നോണ പറയാ. വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ചോദിച്ചു നോക്ക്. എല്ലാവരോടും അവൾ അങ്ങനെ തന്നെയാ പറഞ്ഞേക്കുന്നത്. മുത്തശ്ശി, അത് അവളോ? അത് സത്യം പറ മുത്തശ്ശി. മുത്തശ്ശിയല്ലേ നോണ പറയുന്നേ? മാളൂട്ടി ഇല്ലല്ലോ. എനിക്കാണെങ്കിൽ അപ്പൊ നടന്നത് എന്താണെന്ന് ഓർമ്മയേ ഇല്ല. അതാ മോളെ, അവൾ നിന്നെ തള്ളിയിട്ടത് നിനക്ക് ഓർമ്മയില്ലാത്തോണ്ടാ. ഇനി മേലാൽ എന്റെ കുഞ്ഞുശ്രീയുടെ മിണ്ടി പോവരുത്, കേട്ടോ? ഓഹോ, നീ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? എന്റെ കുഞ്ഞുസുമോളെ കട്ടിലുമേലെ തള്ളിയിട്ടിട്ട് ഇരുന്നിട്ട് ന്യായം പറയുന്നോ നീ? നിന്നെ വേണ്ടി പണിയുണ്ടല്ലോ. നിങ്ങളൊക്കെ കൂടെ ആ മുത്തശ്ശി പറഞ്ഞ നോണ വിശ്വസിച്ചു. നിങ്ങൾക്ക് അറിയുന്നതല്ലേ മുത്തശ്ശിക്ക് എന്നെ ഇഷ്ടമല്ലാന്ന്. അതുകൊണ്ടാ മുത്തശ്ശി ഇങ്ങനത്തെ ഓരോ നോണ പറയുന്നേ. നിങ്ങൾ അതൊക്കെ എന്തിനാ വിശ്വസിക്കാൻ നിൽക്കുന്നേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. മുത്തശ്ശിക്ക് എന്നെ തീരെ ഇഷ്ടമല്ലാത്തോണ്ടാ. ഒരു നുണയല്ല മുത്തശ്ശി പറഞ്ഞത്. മുത്തശ്ശിക്ക് അങ്ങനെ ഒരു നുണ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മ തിരുത്തേണ്ടതാണല്ലോ. നിന്റെ അമ്മ എന്താ തിരുത്താഞ്ഞേ? സത്യം എന്താ? നീ തന്നെയാ എന്റെ കുഞ്ഞുസുമോളെ തള്ളിയിട്ടത്. അതുകൊണ്ടാ നിന്റെ അമ്മ പോലത് തിരുത്താൻ വരാഞ്ഞേ. നിന്റെ അമ്മ ഇത്രയും നേരമായിട്ട് തിരുത്തിട്ടില്ലല്ലോ. ഞാനൊന്നും ആരെയും ചെയ്തിട്ടില്ല. കുഞ്ഞു ചേച്ചിയോട് തന്നെ ചോദിച്ചു നോക്ക്. കുഞ്ഞു ചേച്ചി പറയും ഞാനാണ് ചെയ്തത് അതോ ഒറ്റയ്ക്ക് വീണ് പോയതാണോ എന്ന്. കുഞ്ഞു ചേച്ചി ചാടിയപ്പോ നിലത്തോട്ട് വീണതാ, അല്ലാതെ മാളൂട്ടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എല്ലാരും കൂടി മാളൂട്ടിയുടെ തലയ്ക്ക് എല്ലാം കൂടെ വീടുവല്ലേ. കുഞ്ഞു ചേച്ചി എന്നെ തെറ്റിക്കാൻ വേണ്ടിട്ട് മുത്തശ്ശി ഉണ്ടാക്കിയ കള്ളക്കഥയാ ഇതൊക്കെ. ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. മുത്തശ്ശി ആരെ നോണയെത്തിയ? മുത്തശ്ശി നോണ മാത്രമേ പറയത്തുള്ളൂ. മുത്തശ്ശി രാക്ഷസിയാ മുത്തശ്ശി. എന്റെ മുത്തശ്ശി രാക്ഷസി എന്ന് പറയുന്നോ നീ? നിന്നെ ഞാനുണ്ടല്ലോ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയാൻ പോവാ. മുത്തശ്ശിയുടെ കാര്യം നല്ലോണം കിട്ടണം നിനക്ക്. വേണ്ട, ഞാൻ സത്യം പറയുന്നു. നിങ്ങളെന്താ ഇങ്ങനെ? ഞാൻ എന്റെ കുഞ്ഞു ചേച്ചിയോട് മിണ്ടണില്ല പോരെ? ഞാൻ എന്റെ കുഞ്ഞു ചേച്ചിയോട് ഒന്നിനും മിണ്ടാൻ പോകുന്നില്ല. എല്ലാരും കൂടി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ എല്ലാവരും കേൾക്കും വേണം.
ചോദിച്ചോട് മിണ്ടാൻ പോകുന്നില്ല. പോരെ പോയി കഴിഞ്ഞ് വരുന്നേ. പെണ്ണിന്റെ വായന്ന് വരുന്ന തർക്കുത്തരം കേട്ടാലുണ്ടല്ലോ മുഖം അടിച്ച് പൊട്ടിക്കാൻ തോന്നും. നീ തന്നെയാ എന്റെ കുഞ്ഞുസിന്റെ തലയിട്ടെന്ന് എനിക്ക് 100% ഉറപ്പാ. എന്തായാലും കുഞ്ഞുസ് എണീച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞുസിനോട് പോയി പറയാൻ പോവാ നിന്നെ പോലെ നശുവിന് തന്നെയാ തലയിട്ടെന്ന്. നീ സമ്മതിച്ചില്ലോ? ഓക്കെ ഞാൻ തലയിട്ടെ. ഞാൻ ഒരേറ്റ് തലയിടലായിരുന്നു. എന്റെ ഞാൻ സമ്മതിച്ചു. പാവം നീ തന്നെ പറഞ്ഞല്ലോ നീ ആ തള്ളിയിട്ടതെന്ന്. നീ മാറ്റി പറയത്തില്ലല്ലോ. അത് കുഞ്ഞുസ് കേട്ടും ചെയ്ത്. ഇനി നീ പറഞ്ഞു നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. നീ പറഞ്ഞതാണ് സത്യം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ കുഞ്ഞൂസ് ചേച്ചിയെ തള്ളിയിട്ടിരുന്നില്ലേ? നിന്റെ കുഞ്ഞൂസ് ചേച്ചിയെ നിനക്കുള്ള ശിക്ഷ മുത്തശ്ശി തന്നെ തരും.